കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത്തിരി മുമ്പ് വത്സ സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ സുവിശേഷം പറയേണ്ടതിന്റെയും സ്പ്രെഡ് ചെയ്യേണ്ടതിന്റെയും ആവശ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഡെറാഡൂണിലാണ്. ഈ ഡെറാഡൂണില് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി നടത്തുന്നവരുടെ കൂടെയാണ് കഴിഞ്ഞ 3-4 ദിവസമായിട്ടുള്ളത്. ഇന്ന് വൈകിട്ടും കൂടെ ഉണ്ട് ഇവിടെ. നാളെ ഉച്ചയ്ക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് തിരിച്ചു. അപ്പൊ ഞാൻ ഇവരുടെ ഓരോ കഷ്ടതകൾ ഞാൻ ആലോചിക്കായിരുന്നു. നമ്മൾ സാധാരണ ഒരു ഗ്ലോറിയും ഇല്ലാത്ത ഒരു വർക്കാണ് ഇവർ ചെയ്യുന്നത്. 25-30 വർഷമൊക്കെ ഒരു ട്രൈബിന്റെ ഇടയിൽ പോയി താമസിച്ച് അവരുടെ സ്ക്രിപ്റ്റ് പഠിച്ച് ഭാഷ പഠിച്ച് അവിടെ സഭയുണ്ടാക്കി അവിടെ സുശേഷം പറഞ്ഞ് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ലൈഫിന്റെ ഒരു മേജർ ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ കർത്താവിനെ നേടാൻ വേണ്ടി അവര് പോകുന്ന യാത്രകൾ, വഴികൾ വളരെ വളരെ ചലഞ്ചിങ് ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഞാനിവിടെ കുറച്ച് സെഷൻസ് എടുത്തു കഴിഞ്ഞപ്പോഴും അവർക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നി. പക്ഷേ മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് മലയാളീസ്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇത് ഒന്നും അവൈലബിളും അല്ല. കാരണം ഞാൻ സംസാരിക്കുന്ന എല്ലാ കമ്മ്യൂണിറ്റീസും മലയാളി കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോൾ അതൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ റെക്കോർഡിങ്സും വേണമെന്നുള്ള രീതിയിലൊരു തോട്ട് പ്രോസസ് ഉണ്ട്. അതോടൊപ്പം വത്സിസ്റ്റ് പറഞ്ഞപ്പം ഞാൻ ഓർത്ത വേറൊരു കാര്യം, പലപ്പോഴും ഇങ്ങനെ ആളുകൾ സുവിശേഷത്തിലേക്ക് ഇറങ്ങുമ്പം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ രക്ഷിക്കപ്പെട്ടവരല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് നാട്ടിൽ സുവിശേഷം പറയുന്നത്? ഫസ്റ്റ് കൺവേർട്ട് യുവർ ഹസ്ബൻഡ്, ഫസ്റ്റ് കൺവേർട്ട് യുവർ ചിൽഡ്രൻ, എന്നിട്ട് വെളിയിൽ പോകും. കേട്ടിട്ടുണ്ടോ നിങ്ങളിത്? ഇത് ഒരിക്കലും ദൈവികമായ ഒരു അഡ്വൈസ് അല്ല. കാരണം ഒരാൾ രക്ഷിക്കപ്പെടുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. എന്റെ ഭാര്യ അല്ലെ എന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് സുവിശേഷം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ജഡപ്രകാരമല്ല ആളുകളെ അറിയുന്നത്. സുവിശേഷം എന്നെ ക്രിസ്തുവിന്റെ ആ ഒരു സെപ്പറേഷനിലേക്കാണ് കൊണ്ടുവരിക്കുന്നത്. ദ ഹോൾ വേൾഡ് ഈസ് ബിഹൈൻഡ് മീ. അപ്പൊ എനിക്ക് എന്റെ കുടുംബം രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു ഫാക്ടർ അല്ല. അവർ രക്ഷിക്കപ്പെടുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ബിക്കോസ് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഗോഡ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഗോഡ് ഹാസ് പ്ലാൻഡ്. തന്നെയുമല്ല, ഒരാള് വിശ്വാസത്തിൽ വരുന്നതും അതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. വി കനോട്ട് സേവ് എനിവൺ. പക്ഷെ ഒരു കാര്യമുണ്ട്, വി നീഡ് ടു ഹാവ് എ കറക്റ്റ് വിറ്റ്നസ് അറ്റ് ഹോം. അത് ശരിയാണ്, നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം. വി നീഡ് ടു ഹാവ് എ വിറ്റ്നസ് അറ്റ് ഹോം. ദർ ഷുഡ് ബി നത്തിങ് ഇൻ us that they could mark and accuse us. അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളൂ. എന്ത് ചെയ്താലും അക്യൂസിയേഷൻ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ആ വിറ്റ്നസിനെ ബാധിക്കുന്ന കാര്യം. അതേസമയത്ത് ഈ സുവിശേഷത്തിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കർത്താവ് നമ്മളെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പം ഇവാഞ്ചലിസം എന്ന് പറയുന്ന വലിയൊരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. മിഷൻ അങ്ങനെ തന്നെയാണ്. മിഷണറിമാരായിട്ട് ഒത്തിരി സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരും ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ കൂടുതൽ ആളുകൾ ഇത് കേൾക്കുവാൻ, അറിയുവാൻ, മനസ്സിലാക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ച്, ഞായറാഴ്ച നമ്മുടെ തന്നെ കോൺഗ്രിഗേഷനിൽ എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോട്ട് പ്രോസസ് ഇതാണ്. എല്ലാ മനുഷ്യരും ലോകത്തിൽ സെറ്റിൽമെന്റ് ആഗ്രഹിക്കുന്നു, സോളിഡ് ആകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവം സെറ്റിൽമെന്റ് ഇല്ലാതെ ജീവിക്കാൻ കാറ്റുപോലെ നമ്മളെ വിളിക്കുന്നു. അങ്ങനെ കാറ്റുപോലെ കർത്താവിന്റെ പിന്നാലെ പോയി എവിടെ നിന്നില്ലാതെ അസ്തമിച്ചു പോവുക എന്ന് പറയുന്ന ഒരു ലൈഫ്, ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ആ കർത്താവിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഒരു ജഡ മനുഷ്യനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കർത്താവിന്റെ ജീവൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് വിൻഡ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാനത് എൻ്റെ ഫൗണ്ടേഷനിൽ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ 2009 ഞാൻ മനസ്സിലാക്കിയ ഒരു ദൈവവചനമാണ്. 63 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങൾ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാവുന്നു 63-ാം വാക്യത്തിൽ പറയുന്നു. ഒരു നിമിഷം ഞാൻ നിർത്തോട്ടെ. ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പം കർത്താവ് എന്താ ചെയ്യുന്നത്? അവൻ ഇതുവരെ സംസാരിച്ച ആ വചനത്തിന്റെ ഒരു ജിസ്റ്റ്, ഒരു ചുരുക്കരൂപം അവർ കൊടുക്കുകയാണ്. അവരോട് പറയാണ്, ഞാൻ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ആത്മാവും ജീവനുമാണ്.
അപ്പൊ ആത്മാവ് ജീവിപ്പിക്കും. സ്പിരിറ്റ് വിൽ ഗീവ് ലൈഫ്. ഫ്ലഷ് നിങ്ങളുടെ അധ്വാനം കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ജഡത്തിൽ എന്ത് ചെയ്താലും യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. പക്ഷെ ആത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. ഗലാത്യലേഖനത്തിൽ പറയുന്നത് ജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രമാണം കർത്താവ് തന്നില്ല എന്നാണ്. ജീവൻ ആത്മാവിലൂടെ മാത്രമേ വരുള്ളൂ. ജീവൻ ഒരിക്കലും നമ്മുടെ പ്രവൃത്തികളിലൂടെ നന്മ തിന്മകളിലൂടെ വരില്ല. അപ്പോ ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പൊ അതൊരു നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു മതത്തിനൊരു ഭീഷണിയാണ്. കാരണം മതത്തിന്റെ ഒരു പ്രവൃത്തികൾ കൊണ്ടും രക്ഷയില്ല, നമ്മൾ ചെയ്യുന്ന ഒരു ആചാരങ്ങൾ കൊണ്ടും രക്ഷയില്ല. ആത്മാവിന് മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. 64 വാക്യത്തിൽ പറയാണ്, എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം ഈ ലൈഫ് വേണ്ടാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. ഈ നമ്മുടെ ഇടയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഇന്ന് കൂടിയിരിക്കുന്ന 47 പേരുടെ ഇടയിലല്ല ആയിരിക്കാം, പറയാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവിന് ഒരു കാര്യം അറിയായിരുന്നു, ഈ ആത്മാവ് ജീവിപ്പിക്കുന്ന ജീവിതം വേണ്ടാത്തവർ ഇത് കേൾക്കുന്നവരുടെ ഇടയിൽ, ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പൊ ദൈവം ആ വാക്ക് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? കർത്താവ് വാക്ക് പറയുമ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ സംഭവിക്കുകയാണ്. അതായത് ആ വാക്ക്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി എന്ത് ചെയ്യുന്നു? വിശ്വസിക്കാത്തവരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ആളെ ഒഴിച്ച്, ആരാണ് ഒരാള്? യൂദാ ഇസ്കരിയോത്തെ ഒഴിച്ച് ബാക്കി അവിശ്വാസികളായ ശിഷ്യന്മാരെല്ലാം ഒരൊറ്റ വാക്യം സെപ്പറേറ്റ് ചെയ്ത് കളയാണ്. അതായത് കർത്താവിനെ വേണമെന്ന് വിചാരിക്കുന്നു, ബിക്കോസ് ഹീസ് ഗുഡ്. അത് കർത്താവിന്റെ കൂടെ നടക്കുമ്പം അപ്പം വർദ്ധിപ്പിച്ചു കിട്ടുന്നുണ്ട്, ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. അപ്പം ദൈവത്തെ കർത്താവിനെ വേണമെന്ന് തോന്നുന്നവരും എന്നാൽ അവന്റെ ജീവനെ വേണ്ടാത്തവർ, അങ്ങനെയുള്ള ഒരു കൂട്ടം ശിഷ്യന്മാര് അതിനിടയിലുണ്ട്. അപ്പോൾ വിശ്വസിക്കാത്തവരുണ്ട്. എന്ത് വിശ്വസിക്കാത്തവരുണ്ട്? ദർ സ്റ്റിൽ ടോയിലിംഗ് ഇൻ ദ ഫ്ലഷ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് കർത്താവ് പറയാം. അത് കൂടാതെ 65 വാക്യത്തിൽ പറയാണ്, ഈ വിശ്വാസമില്ലായ്മ എന്തുകൊണ്ടാണ് ഉണ്ടായത്? 65 വാക്യത്തിൽ പറയുകയാണ്, ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. ആരുടെ കയ്യിലല്ല? ഇപ്പൊ നമുക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല, പിതാവിന്റെ കയ്യിലാണ് ഇതിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്താണ്? പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? നിങ്ങളുടെ ഇടയിൽ അവിശ്വസിക്കുന്നവരുണ്ട്, ജീവന്റെ വചനം ആവശ്യമില്ലാത്തവരുണ്ട്, കാറ്റ് പോലെ പോകാൻ ഭയപ്പെടുന്നവരുണ്ട്, ആ ഒരു ട്രസ്റ്റിലേക്ക് കടക്കാത്തവരുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ക്രിസ്തുവിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് മാത്രം നോക്കുന്നവര് ആ ഒരു സമയത്ത് വിധിക്കപ്പെടുകയാണ് ബൈ ദാറ്റ് വേഴ്സ്, ആൻഡ് ദെൻ ദേ ലീവ്. അവരതോടുകൂടി പോവുകയാണ്. അപ്പൊ കർത്താവ് പറയാണ്, അനുഗ്രഹങ്ങൾ ആർക്ക് വേണമെങ്കിലും പ്രാപിക്കാൻ പറ്റും, പക്ഷേ എന്റെ അടുത്തേക്ക് ജീവന്റെ ദാഹവുമായിട്ട് വരുവാൻ പിതാവ് ആകർഷിക്കാതെ സാധിക്കില്ല. അപ്പൊ ജീവന്റെ പരിജ്ഞാനത്തിലുള്ള ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് പിതാവിന്റെ ആകർഷണമാണ്. അപ്പൊ എങ്ങനെയാണ് പിതാവ് ആകർഷിക്കുന്നത്? ശരിക്കും എനിക്ക് കർത്താവിനെ, സുവിശേഷത്തെ, യേശുക്രിസ്തുവിന്റെ ജീവനെ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചു. പിതാവ് ഉടനെ അങ്ങനെ പറ്റത്തില്ല, നീ ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വില്ലിനെ ഇങ്ങനെ ഒടിച്ച് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയല്ല സാധാരണ ചെയ്യുന്നത്. ചില ആൾക്കാർ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. പൗലോസിനെയൊക്കെ നമുക്കറിയാം, ഒറ്റയടിക്ക് പൗലോസിന്റെ വില്ലിനെ ബ്രേക്ക് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ ഒരു ക്രാഷ് എഫക്റ്റ് ആണ് ആർക്കാ? പൗലോസിനുണ്ടാകും. പൗലോസ് ആ സെക്കൻഡ് വരെ ജീവിച്ച ജീവിതമല്ല, ഒരൊറ്റ മോമെന്റിൽ അവന്റെ വില്ലിനെ ദൈവം ഒടിച്ച് മടക്കി അവന്റെ മുമ്പിലേക്ക് കർത്താവ് ആ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. സോ പോൾ ഡിഡ് നോട്ട് ഡു എനിത്തിങ്. അവൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ അവൻ കർത്താവിനെതിരെ ചെയ്യുള്ളൂ. അവന്റെ വില്ലിൽ എന്ത് ചെയ്താലും യേശുവിനെതിരെ ചെയ്യുള്ളൂ. കാരണം ഹി ഹാഡ് എ ഹാർട്ട് ഓഫ് ആൻ എനിമി. എന്നാൽ സാധാരണ ഇതിൽ കർത്താവ് അങ്ങനെ അല്ല ചെയ്യുന്നത്. എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ക്രാഷ് എഫക്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദൈവം എന്നെ ബെൻഡ് ചെയ്തുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബെൻഡിങ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ അനുഭവിച്ച അതാണ്. വളച്ചെടുക്കുക എന്ന് പറയും മലയാളത്തിൽ. എന്താ, മരുഭൂമിയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയെന്ന് പറയുന്നത് ഒരു പ്രോസസ്സിലൂടെ ദൈവം ബെൻഡ് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പൊ എന്നെ കടത്തിവിട്ട അനുഭവങ്ങളിലൂടെ ഞാൻ പതുക്കെ എന്റെ ഫ്രീ വില്ലില് എനിക്ക് ബോധ്യം വരികയാണ്. അത് ആരാ ബോധ്യം തരുന്നത്? എന്റെ ഫ്രീ വിൽ വാസ് അണ്ടർ ബോണ്ടേജ്. പക്ഷെ കർത്താവിന്റെ ആ വെളിപ്പെടുത്തലിലൂടെ പതുക്കെ അതിലേക്ക് വെളിച്ചം കടന്നു വന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ
എന്റെ ഫ്രീ വില്ലിൽ ഞാൻ എന്ത് ചെയ്യുവാണ്? കർത്താവിനെ സ്വീകരിക്കുക. പക്ഷെ ഈ ഫ്രീ വില്ല് എങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അതിനെ ഫ്രീ ആക്കുമായിരുന്നു. ബോണ്ടേജിലായിരുന്നു എന്റെ വില്ലിനെ പതുക്കെ ബെൻഡ് ചെയ്ത് എന്നെ ഫ്രീ ആക്കുമായിരുന്നു. അപ്പൊ ഈ ഫ്രീഡം, കർത്താവിന്റെ ആത്മാവിന് മാത്രമേ എനിക്ക് ഫ്രീഡം തരാൻ പറ്റുള്ളൂ, ആകർഷിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയ രക്ഷ എന്ന് പറയാൻ കാരണം? വലിയ രക്ഷ കാരണം സ്വയം രക്ഷപ്പെടാൻ പറ്റാത്തടത്താണ് നമ്മൾ ഏറ്റവും ദയനീയ അവസ്ഥയിലായി പോകുന്നത്. ഈ ചില സമയത്തൊക്കെ പണ്ടൊക്കെ ഈ സ്വപ്നം കണ്ടിട്ട് നമ്മൾ എഴുന്നേക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. ചിലരൊക്കെ അത് ഭൂത ദുരാത്മാവെന്നൊക്കെ പറയും. ഞാൻ ഓർക്കുന്നുണ്ട് കോളേജിലൊക്കെ പഠിക്കും, ചില സമയത്ത് ഇങ്ങനെ ഒരു ഡ്രീം, ടെറിഫൈങ് ഡ്രീമാന്ന് മനസ്സിലായ പോലെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഹെൽപ്ലെസ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അയ്യോ ആരെങ്കിലും ഒന്നിനെ തട്ടി വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന, അങ്ങനെയൊക്കെ മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. അപ്പൊ ഈ ഒരു പാരലൈസ്ഡ് ആയി പോകുന്ന ഒരവസ്ഥ, അതിനിടയിൽ ആരെങ്കിലും വന്ന് ഒന്ന് വിളിച്ച് തട്ടി എഴുന്നേൽപ്പിക്കണം തോന്നുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ സാൽവേഷനെ കുറിച്ച് ചിന്തിക്കുമ്പം. ആ കർത്താവിന്റെ വെളിച്ചം നമ്മുടെ അകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ സെറ്റിലാകാനല്ല നോക്കുന്നത്, നമ്മൾ കാറ്റാകാൻ ഉള്ള ആ ഒരു ലൈഫിലേക്ക് തിരിയുകയാണ്. അത് ദൈവം ആകർഷിച്ചാൽ മാത്രം അങ്ങനെ ആകാൻ പറ്റും. അപ്പൊ കാറ്റായി കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് അറിയത്തില്ല, നാളെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇപ്പം 5 ദിവസത്തേക്ക് ഭയങ്കര കാറ്റും മഴയോ കേരളത്തിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. അത് 5 ദിവസം കഴിയുമ്പോൾ അത് എവിടെ പോകും നമുക്കറിയില്ല. അതെവിടെയെങ്കിലും പോയി ഒരു വീട് വെച്ച് സെറ്റിൽ ആവുന്നില്ല ആണോ? കാറ്റ് പണ്ടടിച്ച ഓക്കിയും കത്രീനയൊക്കെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആയിട്ടുണ്ടോ? ഇല്ല. അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു, പോകുന്നു. നമ്മളെല്ലാം അങ്ങനെയാണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ളവരെല്ലാം അങ്ങനെ ആവുന്നകത്ത്. അതായത് വി മേക്ക് ആൻ ഇമ്പാക്ട്. ആത്മാവ് അത് കാറ്റടിക്കുന്നു, എല്ലാവരും അതിന്റെ ശബ്ദം കേൾക്കുന്നു. ദർ ഇസ് സംതിങ്, സോ വി എക്സ്പീരിയൻസ് ഇറ്റ് ആൻഡ് ദെൻ വി ഡോണ്ട് നോ വെയർ ഇറ്റ് വെന്റ്. അപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, സെറ്റിൽമെന്റിനെതിരെയുള്ള ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാനിത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കാനുള്ള ഒരു കാരണം, നമ്മുടെ സഭയിലും കുറച്ച് കഴിയുമ്പം ഈ സെറ്റിൽമെന്റ് അത് മാനുഷിക പ്രവണതയാണ്. മാനുഷിക പ്രവണത ആയതുകൊണ്ട് വീട് വയ്ക്കണം, സമാധാനമായിട്ട് താമസിക്കണം, പിള്ളേരൊക്കെ നോക്കി സ്വസ്ഥമായിട്ടിരിക്കണം, ഇനി ഒരു ശല്യം എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, രോഗമൊന്നും വരരുത്. രോഗം വന്നാൽ പ്രാർത്ഥിച്ച് മാറ്റാൻ കുറെ സഹോദരന്മാരുണ്ട്. സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് മാറ്റാൻ കുറെ സഹോദരന്മാരുണ്ട്. വീട് പണിയാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ കുറെ സഹോദരന്മാരുള്ളതുകൊണ്ട് ഈ പ്രാർത്ഥിച്ച് നമ്മൾ ഒരു സെറ്റിൽമെന്റിലോട്ട് പൊക്കോളും എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പേരൊക്കെ സെറ്റിൽ ആവും. പക്ഷെ കുറെ പേരെങ്കിലും കാറ്റുപോലെ വീശിയില്ലെങ്കിൽ, ആത്മാവിന്റെ ആ ഫ്ലോയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തില്ലെങ്കിൽ, അതും ദൈവം തന്നെ ചെയ്യുന്നത്. പക്ഷെ അത് പ്രബോധനത്താലാണല്ലോ സംഭവിക്കുന്നത്. നമ്മൾ വചനത്തിന്റെ പ്രബോധനത്താലാണ് ദൈവം അത് ചെയ്യുന്നത്. അല്ല ദൈവം ചെയ്തോളുമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുകയല്ലോ. വെൻ ദ വേർഡ് കംസ് ടു us, ഇറ്റ് കൺവിൻസസ് us. നമ്മുടെ വില്ലിനെ ബെൻഡ് ചെയ്യുന്നത് ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തുവിലേക്കുള്ള ബെൻഡിങ് നമ്മൾ അനുഭവിക്കണം, നമ്മളെ വളച്ചെടുക്കുന്നത്. കർത്താവ് നമ്മളെ പ്രസംഗങ്ങളിലൂടെ, ശുശ്രൂഷകളിലൂടെ, മറ്റു ജീവിതങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ അവനിലേക്ക് വളച്ചെടുക്കുക എന്ന് വേണമെങ്കിൽ മലയാള സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ അത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. കണ്ടിന്യൂസ്ലി വി ആർ പെർസ്വേഡഡ് ബൈ ക്രൈസ്റ്റ്. ശരിക്കും 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നത് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് മീ എന്നാണ്, എന്നെ നിർബന്ധിക്കുന്നു. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് ഒരു വലിയ നിർബന്ധമുണ്ട്. എന്താ നിർബന്ധിക്കുന്നറിയോ? അടുത്ത വാക്യം, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു. അതാ നിർബന്ധിക്കുന്നത്. അപ്പൊ നമ്മുടെ നീ മരിച്ചു എന്നുള്ളതാണ് നിർബന്ധം. അത് ആരാ നിർബന്ധിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. അത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ പറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിയന്ത്രിക്കുന്നതാണ്. വി ലൂസ് അവർ കൺട്രോൾസ് ഓർ എൻട്രസ്റ്റ് അവർ കൺട്രോൾസ് ടു ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ ശരിക്കും നമ്മൾ കർത്താവിന് വേണ്ടി ഒരു അബാൻഡൻമെന്റ്, നമ്മുടെ ലൈഫ് അബാൻഡൻ ചെയ്യുന്ന ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് വന്നാൽ മാത്രമാണ് നമ്മുടെ ഈ കോൺഗ്രിഗേഷൻ ഒരു മീനിങ് ഉണ്ടാവുള്ളൂ. അതർവൈസ് വി വിൽ ഓൾസോ ബി വർക്കിംഗ് ഔട്ട് ടുവേർഡ്സ് എ സെറ്റിൽമെന്റ്. അപ്പൊ സെറ്റിൽമെന്റിന് അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫ് എക്സ്പോസ് ചെയ്യാൻ, അതിനെ വിട്ടുകളയാൻ ആത്മാവ് നമുക്ക് ധൈര്യം നൽകേണ്ടതുണ്ട്. ആ ഒരു ലൈഫിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ് ശരിക്കും ആത്മാവ് നമ്മളോട് ചെയ്യുന്നത്. ഇത് പക്ഷെ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതായിരിക്കും.
ഇങ്ങനെയാണോ? അപ്പോഴാണ് നമ്മൾ എന്താണ് ഈ സെപ്പറേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സെപ്പറേഷൻ, ക്രിസ്ത്യൻ സെപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും അവർ വസ്ത്രം ധരിക്കുന്ന പോലെ നമ്മൾ വസ്ത്രം ധരിക്കാതിരിക്കുകയോ അവർ ആഹാരം കഴിക്കുന്നവർ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും അടയാളങ്ങൾ എന്റെ വസ്ത്രധാരണത്തിൽ വരുത്തുന്നതല്ല, അല്ലെങ്കിൽ എന്റെ അപ്പിയറൻസിൽ വരുത്തുന്നതല്ല. പിന്നെ എന്താണ് സെപ്പറേഷൻ? അവര് കല്ല് പോലെ ആവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കാറ്റ് പോലെ വീശുന്നുള്ളതാണ്. എങ്ങനെയാണോ ലോകത്തെ കാണുന്നത് അതിന് ഓപ്പോസിറ്റ്, എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നമ്മളെ കാണുന്നു എന്നുള്ളതാണ്. മറ്റാരും കാണാത്ത കാഴ്ചകൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നു എന്നുള്ളതാണ് ഈ എന്താ പറയുന്നത്, ഈ സെപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ട്രൂ സെപ്പറേഷൻ ഈസ് ദാറ്റ് വി ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ലൈൻ ഓഫ് തോട്ട് ഓഫ് ദ വേൾഡ്. ലോകം ചിന്തിക്കുന്നതിൽ നിന്നും, ലോകമായിത്തീരാൻ ശ്രമിക്കുന്നതിൽ നിന്നും, ലോകം നോക്കുന്ന നോട്ടങ്ങളിൽ നിന്നും ദൈവം നമ്മളെ മാറ്റുന്നു എന്നുള്ളതാണ്. വി ഗെറ്റ് എ ന്യൂ പെർസ്പെക്റ്റീവ്, എ ന്യൂ ലൈഫ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ആ ഒരു ലൈഫാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്നത്, മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. അകറ്റുക എന്നുള്ള വാക്കുകൊണ്ട് അവരിൽ നിന്ന് ദൂരെ ആവുക എന്നുള്ളതല്ല, അവരെ പോലെ അല്ലാതാവുക എന്നുള്ളതാണ്. അവരുടെ നടുവിൽ നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ വി ആർ നോട്ട് ലൈക്ക് ദം എന്നുള്ളത്, അത് നമ്മളിപ്പോ അതിനുള്ള വഴി കണ്ടുപിടിച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടുക. അവിശ്വാസികളെ പോലെ കാണരുത്, നമ്മൾ ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് കാണണം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഡിഫറെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് എന്താ കാര്യം? ഡിഫറെന്റ് ആയിട്ട് കാണുമ്പോൾ അത് വേറെ ചില പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നു. ഉദാഹരണത്തിന് യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ ഒരു സന്യാസിയെ പോലായിരുന്നു. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വസിച്ചവനാണ്. യോഹന്നാൻ സ്നാപകന് എന്താ പറയുന്നത്, ഈ ലോകവുമായ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ എല്ലാറ്റിൽ നിന്നും മാറി മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം മാത്രമായിരുന്നു യോഹന്നാൻ. ഹി അബാൻഡൻഡ് ഹിംസെൽഫ് ആൻഡ് ജസ്റ്റ് ബിക്കെയിം ദ വോയിസ് ഓഫ് ദ ലോർഡ്. നീ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം, only a voice, no other identity. കർത്താവിന് വഴിയൊരുക്കുന്ന ഒരു ശബ്ദം മാത്രമാണ്. അപ്പോൾ വി സി ജോൺ ആസ് എ ഹെർമിറ്റ് ലൈക്ക്. പക്ഷെ യേശുക്രിസ്തു എങ്ങനെയാ വന്നത്? യേശുക്രിസ്തു വന്നത് തിന്നും കുടിച്ചും പാപികളിൽ വസിച്ചുമാണ്. അപ്പോ ഹി വാസ് നോട്ട് ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം us. അവൻ നമ്മുടെ കൂടെ ഇരുന്നു, നമ്മളോട് വർത്താനം പറഞ്ഞു, നമ്മുടെ കൂടെ ആഹാരം കഴിച്ചു, നമ്മുടെ കൂടെ നടന്നു. യേശുക്രിസ്തു ശിഷ്യന്മാരും തമ്മിൽ സെപ്പറേറ്റഡ് അല്ലായിരുന്നു. ദേ അപ്പിയേർഡ് സിമിലർ. There is no difference in their appearance. അതുകൊണ്ടാണല്ലോ യൂദായ്ക്ക് വന്ന് ഉമ്മ കൊടുക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ ദൈവപുത്രനല്ലേ, ദൈവപുത്രനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ റോമൻ പട്ടാളക്കാർ ഈസി ആയിട്ട് ആരുടെ സഹായമില്ലാതെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. യഹൂദന്മാർക്ക് യേശുവിനെ അറിയാം, പക്ഷെ യഹൂദന്മാർക്ക് പേടിയായിരുന്നു. ജനങ്ങളെല്ലാം കൂടെ ഹോശാന എന്ന് പറഞ്ഞിട്ട് അധികം നാളായിരിക്കും. അപ്പൊ യേശുവിനെ എങ്ങനെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു തട്ടിക്കളയോ എന്നുള്ളൊരു പേടി യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സോൾജേഴ്സിന് യേശുവിനെ അറിയത്തില്ല, റോമൻ സോൾജേഴ്സിന്, പട്ടാളക്കാർ. പക്ഷെ അവർക്ക് യേശുവിനെ അറിയത്തില്ലെങ്കിൽ എങ്ങനെ അറിയും? നോക്കിയാൽ മതി, മനസ്സിലാവില്ല. പത്രോസിനെ കണ്ടാലും യേശുവിനെ കണ്ടാലും മനസ്സിലാവില്ല. പാസ്റ്ററെ കണ്ടാലും വിശ്വാസിയെ കണ്ടാലും മനസ്സിലാവില്ല. ദേ ആർ വൺ. അവിടെ ഫിസിക്കൽ സെപ്പറേഷൻ എന്നൊരു ഫാക്ടർ ഇല്ല. രണ്ടും രണ്ടായിട്ട് കാണപ്പെടുന്നില്ല, ഒരുപോലെ കാണപ്പെടുന്നു. പക്ഷെ എന്താ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ദൈവപുത്രനാണ്, ഉയരത്തിൽ നിന്ന് വന്നവനാണ്, മറ്റവരെല്ലാം ഭൂമിയിൽ നിന്നുള്ളവരാണ്. എങ്ങനെ അവർ തമ്മിൽ വ്യത്യാസം വരുന്നത് പിടിച്ചു നോക്കുമ്പോൾ അറിയാം. ഈ പട്ടാളക്കാർ വന്ന് പത്രോസിനെ പിടിച്ചായിരുന്നെങ്കിൽ കോലാഹലമായി പോയനെ. അവന്റെ കയ്യിലൊരു വാളുണ്ട് പോരാത്തതിന്. അവിടെ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ ക്രൂശിലേക്ക് കർത്താവ് നടന്നപ്പോൾ ദാറ്റ് വാസ് എ ബിഗ് സെപ്പറേഷൻ ഫ്രം എല്ലാറ്റിൽ നിന്നും, ലോകത്തിലുള്ള മറ്റെല്ലാവരിൽ നിന്നും. ഹി വാസ് സെപ്പറേറ്റഡ്, ഹി വാസ് സൈലന്റ്, ഹി വാസ് പെർഫെക്റ്റ്. ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സെപ്പറേഷൻ, ക്രിസ്തുവിന്റെ ലൈഫ് തരുന്ന ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്, നമ്മളെ തൊടുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമ്മളുടെ ആളുകൾ എല്ലാം കളവായി പറയുമ്പോൾ, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്, ദേ ആർ സെപ്പറേറ്റഡ്. നമ്മൾ ഈ മതം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മതം അതല്ലാത്തൊരു സെപ്പറേഷൻ. നിങ്ങൾ ഏത് മതം നോക്കിയാലും, ഇപ്പം ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെ കണ്ടറിയാം,
അല്ലെ? അറിയാമല്ലേ? അറിയാം. ഹിന്ദുക്കൾ നേരത്തെ കണ്ടറിയില്ലായിരുന്നു, ഇപ്പൊ അവർ അറിയിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. കാരണം ഇത്തിരി ചന്ദനമൊക്കെ പൂശി ഇത്തിരി കാതുവസ്ത്രമൊക്കെ ധരിച്ച് ദേ ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ വിസിബിൾ. നേരത്തെ ഇവരെ കണ്ടറിയില്ലായിരുന്നു. ഓക്കെ. അതുപോലെ ഓരോ മതങ്ങളും എന്തെങ്കിലും ഞങ്ങളാണ് ഇതാണ് എന്നൊരു സ്വത്വം ഉണ്ടാക്കാൻ വേണ്ടി പലവിധ പരിപാടികൾ ചെയ്യാറുണ്ട്. അതാണ് സെപ്പറേഷൻ എന്ന് ആളുകൾ വിശ്വസിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് തന്നെ വേറൊരു രാജ്യത്തിന്റെ പൗരന്മാരായിട്ടാണ്, നിത്യമായ ഒരു തേജസ് നോക്കിയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ലോകം നമ്മുടെ മുമ്പിൽ ഇല്ല, ഇവിടെ കാറ്റായിട്ട് നമ്മൾ വീശി അങ്ങ് പോവുകയാണ്. അതാണ് നമ്മുടെ സെപ്പറേഷൻ. കാരണം വി ആർ മെയ്ഡ് ഓഫ് അനദർ സബ്സ്റ്റൻസ്. നമ്മുടെ അകം വേറെയാണ്. അതെങ്ങനെയാവും? ഒൺലി ബൈ ദ ഹോളി സ്പിരിറ്റ്. ഈ വേറെ ആവുക എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആണ്. എല്ലാവരെയും പോലെ ആകുന്നതാണ് നമുക്ക് ഈസി. മറ്റുള്ള ആളുകളെ പോലെ, ലോകത്തിലുള്ള ആൾക്കാരെ പോലെ സെറ്റിലാകുന്നതാണ് നമുക്ക് ഈസി. ആ രീതിയിൽ നമ്മുടെ പിള്ളേരെല്ലാം വളർന്നു വരുന്നതാണ് നമുക്ക് നല്ലത്. അതാണ് ആളുകളുടെ മുമ്പിൽ അഭിമാനം, അതാണ് സന്തോഷം. പക്ഷെ നേരെ തിരിഞ്ഞു പോവുക എന്ന് പറയുന്ന പെയിനാണ്. കാറ്റായി ഇല്ലാതെ പോവുക എന്ന് പറയുന്ന പെയിനാണ്. ഒരു മിഷണറിയെ എവിടെയെങ്കിലും പോയി നഷ്ടപ്പെട്ടു പോവുക, തിരിച്ചു വരുമോ എന്ന് അറിയാൻ മേത്തൊരു സ്ഥലത്തോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെയിനാണ്. പക്ഷെ അതൊരു അൺസെറ്റിലിംഗ് ആയിട്ടുള്ള ഒരു തോട്ടാണ് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സെപ്പറേഷനിലേക്ക് നമ്മൾ ചെന്നെങ്കിൽ മാത്രം നമുക്ക് ക്രിസ്തുവിനെ ശരിക്കും വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വി വിൽ ഓൾവേസ് ബി റെപ്രസെന്റിങ് എ റിലീജിയൻ. വെൻ യു സെപ്പറേറ്റ് യുവർ സെൽഫ് ബൈ അപ്പിയറൻസ്, നിങ്ങൾ ഒരു റിലീജിയനെ റെപ്രസെന്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹി ഐഡന്റിഫൈഡ് വിത്ത് അസ് എന്നാണ്. ഹി ബിക്കേം വൺ വിത്ത് അസ്. നമ്മളോട് ഒന്നായി തീർന്നു, നമ്മളെപ്പോലെ ആയി മാറി. പാപജഡത്തിന്റെ സദൃശത്തിൽ വന്നു എന്ന് പറയുമ്പോൾ എന്ത് ഭയങ്കര ഐഡന്റിഫിക്കേഷൻ ആണ് കർത്താവ് നമ്മളുമായിട്ടാണ് ചെയ്തതെന്നുള്ള ആലോചന. ഹി ബിക്കേം വൺ വിത്ത് അസ്. നമ്മുടെ ചുറ്റും നമ്മൾ നശിച്ചു പോകുന്നവരിടയിൽ വേറൊരു ഹൃദയവുമായി, കർത്താവ് വെച്ച് തന്നൊരു ഹൃദയവുമായി കാറ്റുപോലെ അവർക്കൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ വി ബിക്കം വൺ വിത്ത് ദം. വി ഈറ്റ് വിത്ത് ദം, വി വാക്ക് വിത്ത് ദം, ബട്ട് they don't differentiate, they don't see the differentiation. അപ്പൊ അവർ ചിന്തിക്കുകയാണ്, ഇദ്ദേഹത്തിന് എന്താണ് വ്യത്യാസം, ഇയാൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുന്നത്? കാരണം വി ആർ ലുക്കിംഗ് ഫോർ അനദർ ഗ്ലോറിയസ് ഫ്യൂച്ചർ. അവരെ കാണാത്തൊരു കാഴ്ച നമ്മൾ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ശരിക്കും കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ജീവനായി മാറുന്നു. വി ആർ ബെൻഡ് ടുവേർഡ്സ് ക്രൈസ്റ്റ്. അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേർവാണ് കർത്താവിലേക്ക് നമ്മളെ വളച്ചെടുക്കുന്നത്. അത് ലോകകാലം മുഴുവൻ കർത്താവിന്റെ ഓപ്പറേഷൻ നമ്മുടെ തോട്ടിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇത് യേശുവിന്റെ ജീവന്റെ ഒരു പ്രത്യേകതയാണ്. ആ കർത്താവിന്റെ ജീവനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക, തുടർച്ചയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു സാധനം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് പലതരം തിയറികളുണ്ട്. ക്രിസ്തുവുമായിട്ട് നമ്മൾ അകറ്റിക്കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിയറി വിൽ ബി ബേസ്ഡ് ഓൺ ഹ്യൂമൻ ആർഗ്യുമെന്റ് ആൻഡ് ലോജിക്, നോട്ട് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ഈ ഹ്യൂമൻ ആർഗ്യുമെന്റ്സ് ആൻഡ് ലോജിക് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നിഷ്പ്രഭമാക്കി കളയുന്നത്. ആദം ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോഴും അവർക്ക് ശരിക്കും ഫ്രീ വില്ല് കിട്ടുക ചെയ്തത് എന്നാണ് ലോകം വിചാരിക്കുന്നത്. കാരണം അവർ എഴുതിയിരിക്കുന്നത് അവരുടെ കണ്ണ് തുറന്നു എന്നാണ് പഴം കഴിച്ചപ്പോൾ. ഇനി നമ്മളൊന്ന് ആലോചിച്ചേക്ക്, ശരിക്കും അവരുടെ കണ്ണ് അടയുകയാണോ കണ്ണ് തുറക്കുകയാണോ ചെയ്തത് പഴം കഴിച്ചപ്പോൾ? അവിടെ ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്ന അവർ ആ പഴം കഴിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്നാണ്. ലോകം കാണാൻ ശരിക്കും കണ്ണ് തുറന്നത് യുക്തിയുടെ കണ്ണാണ്, സോളിന്റെ കണ്ണ്. അതായത് നന്മ തിന്മകളെ വിവേചിക്കാനുള്ള നമ്മുടെ ബുദ്ധിയുടെ കണ്ണാണ് തുറന്നത്. അപ്പോഴാണ് അവർ നഗ്നരെന്ന് മനസ്സിലാക്കിയത്. അന്ന് തൊട്ട് അവന് ഫ്രീ വില്ലുണ്ട്. ഈ ഫ്രീ വില്ല് എന്തിനു കൊള്ളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഷർട്ട് ഇടണമെന്ന് തീരുമാനിക്കാൻ, ഏത് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണമെന്ന് തീരുമാനിക്കാൻ, ആ പള്ളിയിൽ പോകണം ഈ പള്ളിയിൽ പോകണമെന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കാൻ, ഏത് കോഴ്സിന് പോകണമെന്ന് തീരുമാനിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ എന്താ ചിന്തിക്കുന്നറിയോ? നമ്മൾ സ്വതന്ത്രരാണെന്ന് ചിന്തിക്കുന്നത്. അതാണ് ഈ സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീ ഇല്ല. നമ്മൾ ഇപ്പം അങ്ങോട്ട് നോക്കണം തീരുമാനിച്ചാൽ അങ്ങോട്ട് നോക്കാൻ പറ്റും, ഇങ്ങോട്ട് നോക്കണം തീരുമാനിച്ചാൽ ഇങ്ങോട്ട് നോക്കണം, എന്താ ഭയങ്കര ഫ്രീ ഇല്ല.
എഴുന്നേക്കണം എന്ന് വിചാരിച്ച വേണമെങ്കിൽ എഴുന്നേറ്റ് സംസാരിക്കാം, അല്ലെ? എഴുന്നേറ്റ് സംസാരിക്കാൻ നല്ല രസമാണ്. ശരിക്കും എഴുന്നേറ്റ് അതിനെ സംസാരിക്കുന്ന ഒരു സുഖമാണ്. ഒരു ഇത്തിരി ദൂരമുള്ള ഒരു കുപ്പിട്ടായിരുന്നു നിന്ന് സംസാരിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് വില്ലുണ്ട്. അവിടെ പോണോ വേണ്ടയോ? ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടെന്ന് വെച്ചാലോ? ഓക്കെ, ഫ്രീ, യു ഡു ഇറ്റ്, നോ പ്രോബ്ലം. പക്ഷെ ആകെയുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കർത്താവ് പറഞ്ഞ ഈ എന്താ പറയുക ജീവന്റെ വചനം ആത്മാവിൽ ജീവൻ പ്രാപിച്ച് കാറ്റ് പോലെ ആയേക്കാം എന്നൊരുത്തരും തീരുമാനിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, ഈ മനുഷ്യനോടൊന്ന് തീരുമാനം എടുത്തൊരു കാറ്റ് പോലെ അയക്കി സെറ്റിൽമെന്റ് എല്ലാം വിട്ടിട്ട് ഇറങ്ങി പറഞ്ഞു, അപ്പൊ മനസ്സിലാവും ഈ ഫ്രീ വിൽ എന്തോരം ഉണ്ടെന്ന്. ഈ പറയുന്ന പാസ്റ്റർമാർക്ക് പോലും ഈ ഫ്രീ വിൽ എന്ന് പറയുന്ന സാധനം ശരിക്കും ഉണ്ടെങ്കിൽ അവരെല്ലാം തീരുമാനിക്കില്ലേ ഈ നിസ്സാരമായ കാലം കഴിഞ്ഞു പോയാൽ പിന്നെ നിത്യമായ തേജസ്സാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇതൊക്കെ വിട്ടു കളഞ്ഞ് കാറ്റ് പോലെ കർത്താവിന്റെ എവിടെയും പോയിക്കൂടെ എന്ന് ചിന്തിക്കില്ല. എന്താ അങ്ങനെ ചിന്തിക്കാൻ കഴിവില്ല. ബിക്കോസ് ദിസ് വിൽ ഈസ് അണ്ടർ ബോണ്ടേജ്. വിൽ ഈസ് അണ്ടർ ബോണ്ടേജ് ഓഫ് സിൻ ആൻഡ് ഫ്ലഷ്. അവിടെ നമ്മൾ ലിബറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് തിയോളജി പറയുന്നത് ഇങ്ങനെയാണ്, എക്സ്ട്രാ നൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ someone has to come from outside and pick us up. നമ്മളെ ജീവിപ്പിച്ചേ പറ്റുള്ളൂ. എഫെസ്യൻസിൽ പറയുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ അവൻ ജീവിപ്പിച്ചു. നമ്മളൊരു ഡിസിഷൻ എടുത്ത് ജീവൻ പ്രാപിക്കുമായിരുന്നില്ല. എന്നാ പിന്നെ ഞാൻ ജീവൻ പ്രാപിച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സ്വിച്ച് ഇട്ടിട്ട് ജീവൻ വന്നോ? ഇല്ല. അവന്റെ ആത്മാവിനെ നമുക്ക് അയച്ച് നമ്മളെ ജീവൻ പ്രാപിപ്പിച്ച് നമുക്ക് ജീവൻ തന്നു. യു ആർ കിൻഡിൽഡ് ഇൻ ടു ലൈഫ് വൺസ് അഗൈൻ. വി സോ ഇറ്റ്, വി സോ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. അപ്പോഴാണ് എന്റെ വില്ല് ബെൻഡായത്. ആ മഹത്വം കണ്ടപ്പോഴാണ് എന്റെ വില്ല് ബെൻഡാകുന്നത്. ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവേ, ഇതാണല്ലോ ശരിക്കുള്ള മഹത്വം, ഇങ്ങോട്ടാണല്ലോ ഞാൻ പോകേണ്ടത്. അതെങ്ങനെ? ഞാൻ തന്നെ ചിന്തിച്ചത്. അപ്പോഴും ഈ ആധുനിക മനുഷ്യനെന്ന് ചിന്തിക്കുന്നത് ഇതെന്റെ ഫ്രീ വില്ലില് ഞാൻ തീരുമാനിച്ചാണ്, ഇത് ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടപ്പോ ഞാനല്ലേ തിരഞ്ഞെടുത്തത്? അതെങ്ങനെയാണ് എന്റെ വില്ലിനെ അവിടം വരെ എത്തിച്ചത് ദൈവം? എങ്ങനെയാണ് എന്നെ മോൾഡ് ചെയ്തത്? ആ വചനം എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സാൽവേഷൻ ഹോൾലി ബിലോങ്സ് ടു ദ ലോർഡ്. അപ്പൊ ഇതിനകത്തൊരു അനീതി ഇല്ലെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. തീർച്ചയായിട്ടും അങ്ങനെ തോന്നാം, പക്ഷെ അനീതി ഇല്ല. കാരണം അനീതി ഇല്ലാത്തതുപോലെയാണ് ദൈവം അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആലോചിച്ചൊരു കാര്യമാണ്, ഈ ന്യൂട്ടൺ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു. അതായത് മാങ്ങാപ്പഴം താഴോട്ടിയാടുന്നു. എന്തുകൊണ്ട് താഴോട്ടിയാടുന്നു? നമ്മളെന്താ അങ്ങനെ ചിന്തിക്കാതെ ചോദിക്കരുത്. ആ ചിന്തിക്കാനുള്ള ബ്രെയിൻ പുള്ളിക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ താഴോട്ടിയാടുന്നു, നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പുള്ളി പറയുമ്പോൾ ശരിയാണല്ലോ, താഴോട്ട് ചാടുന്നുണ്ട്. വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളുമ്പോൾ വണ്ടി നീങ്ങുന്നില്ല, ശരിയാണല്ലോ. അതെന്തുകൊണ്ടാ? കൈ കൊണ്ട് മുമ്പോട്ട് തള്ളുമ്പോൾ ശരീരം കൊണ്ട് പുറകോട്ട് തള്ളുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ഒരു വള്ളം തുഴയുമ്പോൾ നമ്മൾ പുറകോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വള്ളം മുമ്പോട്ട് പോകും, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഭൂമി എങ്ങനെയാ സൂര്യനും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു കല്ലെടുത്ത് ഒരു കയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ പിടിച്ചാലും കുറെ നേരം ഇങ്ങനെ നിന്ന് താഴെ വീഴാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങുന്നതാണ്, താഴോട്ട് ഗ്രാവിറ്റേഷന്റെ മുകളില്, അല്ലെ? ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ച്, ഈ ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങൾ നേരെ തിരിച്ചാ. ഒരു വകയും നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല, ഒരു വകയും മനസ്സിലാവില്ല. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം നീളം, ഉയരം, ആഴം നമുക്ക് മനസ്സിലാവും. അല്ലെ? നീളം, വീതി, ആഴം, 3 ഡയമെൻഷൻസ്, അല്ലെ? കനം, നീളം, വീതി. പക്ഷെ പുള്ളി പറയുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല. നമുക്ക് കാണാനോ സങ്കല്പിക്കാനോ പറ്റാതെ പ്രകാശം വളഞ്ഞു പോകുന്നു. എന്താ, സ്പേസിലുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒരു കർവാണ്. എങ്ങനെ ഇതൊക്കെ എങ്ങനെ സങ്കല്പിക്കും? നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതെല്ലാം സത്യമാണെന്ന് പിന്നീട് എക്സ്പെരിമെന്റ് വഴിയെല്ലാം കൂടി തെളിയിക്കുകയും ചെയ്തു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുമായിരുന്നു, ഇതിനേക്കാളൊക്കെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് ഇത് നോക്കുന്നതെങ്കിൽ, ഇതിനേക്കാളൊക്കെ ബ്രെയിൻ ഉള്ള ഒരാളാണ് നോക്കുന്നതെങ്കിൽ, ഈ ദൈവത്തിന്റെ നീതിയൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഹൗ ഗോഡ് ഡിഡ് ഇറ്റ്, വാട്ട് വാസ് ഹിസ് ലോ ദാറ്റ് ഹി ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ടു മാൻ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് ടു ഹാവ് ദ ഇന്റലിജൻസ് ഓഫ് ഗോഡ്. അപ്പൊ ശരിക്കും എല്ലാ മർമ്മങ്ങളും നമുക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം ഐൻസ്റ്റീൻ പറഞ്ഞതിനേക്കാളും ഒരു മനുഷ്യന്റെ ബ്രെയിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ ആ പ്രവൃത്തിയുടെ ബ്യൂട്ടി വിശ്വാസത്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, യുക്തി കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പൊ എനിക്ക് രക്ഷയുടെ ആനന്ദം എന്ന് പറയുന്നത് യുക്തിയിലല്ല ഇരിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിൽ ഞാൻ കാണുന്നുണ്ട്, കർത്താവെ, പാപിയായിരുന്ന എന്നെ നീ നിന്റെ പുത്രനെ നൽകി രക്ഷിക്കുവാൻ, കുഴിയിൽ കിടന്ന് എന്നെ വലിച്ചെടുക്കുവാൻ നിനക്ക് കരുണ തോന്നി. ഞാൻ ഇങ്ങനെയൊന്നും ആകേണ്ട ആളായിരുന്നില്ല, പക്ഷെ എന്നെ കാറ്റുപോലെ വീശിക്കുവാൻ, വീശിക്കുക എന്നൊരു വാക്ക് മലയാളത്തിലുണ്ടോ? അറിയാൻ മേലെ. അങ്ങനെ വീശുമാറാക്കുവാൻ, ഓക്കെ, അത് ശരിയായി, വീശുമാറാക്കുവാൻ ദൈവമേ നിനക്ക് കരുണ തോന്നി.
അങ്ങനെ ഒരു കർത്താവിന്റെ ജീവൻ എന്റെ ഉള്ളിൽ ആത്മാവ് ജീവിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആ ജീവൻ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ കർത്താവിനോട് ആഗ്രഹവും അവന്റെ തേജസ്സിനോട് ഞരക്കവും ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാറ്റ് നമ്മളെ മോഹിപ്പിക്കണമെന്നുള്ളതാണ്. അതെങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല. എന്റെ ലൈഫ് നാളെ എന്താവുന്നൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. It's like a wind we blow, its impact, and then we don't know where we went. ഇത് ഇവിടെ ഇൻസിഗ്നിഫിക്കന്റ് ആയി പോകാൻ, കർത്താവ് മാത്രം ഗ്ലോറിഫൈഡ് ആകാൻ, ആ ഒരു ലൈഫ് നമുക്ക് ദൈവം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിക്കും നമ്മളെല്ലാം ഫ്രീ ആണ്. ശരിക്കും ഫ്രീ ആകുന്ന ക്രിസ്തുവിൽ വരുമ്പോഴാണ് വി ഗെറ്റ് ദ ട്രൂ ഫ്രീ വിൽ ബാക്ക്. ആ ഫ്രീ വില്ല് വരുമ്പോഴാണ് ആത്മാവിന്റെ കണ്ണ് തുറക്കും. നമ്മൾ നേരത്തെ സോളിന്റെ കണ്ണ് തുറക്കുന്നു. ആത്മാവിന്റെ കണ്ണ് തുറക്കുമ്പോഴാണ് നമ്മൾ എത്തിയിരിക്കുന്ന ആ ഒരു മഹത്വമേറിയ തേജസ്സിനെ നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സാങ്ക്ടിഫിക്കേഷൻ നോക്കുമ്പോഴും വി ആർ ഡൂയിങ് അവർ ഫുൾ എഫർട്ട്. നമുക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല, ദൈവം ചെയ്തോളൊന്നും. കാരണം കർത്താവ് അങ്ങനെ ചുമ്മാ ഇരുന്നിട്ടില്ല. വി ആർ ഡൂയിങ് എവറിത്തിങ്. പക്ഷെ ഭയത്തോടും വിറയലോടും കൂടെ നമ്മൾ നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുമ്പോഴും ഇച്ഛിക്കുമാറാക്കുന്നതും ചെയ്യുമാറാക്കുന്നതും ദൈവമായ കർത്താവാണ്. അതുകൊണ്ട് തിയോളജിക്കലല്ല നമ്മളതിനെ നോക്കുന്നത്, ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് നോക്കുന്നത്. കർത്താവെ, എന്നിലെല്ലാം നിവർത്തിച്ച നിനക്ക് സ്തോത്രം, നീ എനിക്ക് തന്ന രക്ഷയ്ക്കായി സ്തോത്രം. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ അവനെ ആരാധിക്കണമെങ്കിൽ രക്ഷയുടെ പൂർണ്ണ മഹത്വം നമ്മൾ അവന് കൊടുക്കണം. അല്ലെ പിന്നെ ആരാധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എവറി മോർണിംഗ് വെൻ വി ഗാദർ, അത് ഇപ്പൊ ഈ വർഷിപ്പായാലും കഴിഞ്ഞ ദിവസത്തെ ആയാലും, എപ്പോഴും നമ്മുടെ ആ ഒരു സ്തോത്രം ഇത് മാത്രമാണ്. കർത്താവെ, നീ ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം. ഇതെല്ലാം നിന്റെ മഹത്വമാണ്, കരുണയാണ്. ആ മഹത്വത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം.